ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ നമ്മളിവിടെ രാത്രി കുക്കിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ സ്റ്റാളും കോട്ടക്കലെ കുടുംബശ്രീയുടെ മേളകളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ രാവിലത്തെ ചോറ് റെഡിയാക്കി രാത്രിയേക്ക് വേറെ വന്ന് വെക്കലാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ വേഗത്തിൽ 9 മണിയൊക്കെ ആകുമ്പോഴത്തേനൊക്കെ ചോറ് സെറ്റ് ആക്കുമ്പോൾ ഇനി കേട് വന്നാലോ വിചാരിച്ചിട്ടാണ് നമ്മൾ രാത്രിയേക്ക് വേറെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരമായി നമ്മൾ വെച്ചിട്ട് ഗ്യാസ്മ തന്നെയാണ് വെക്കും കേട്ടോ. പിന്നെ തീയൊന്നും കൂട്ടാൻ നിൽക്കില്ല. അപ്പോൾ ചോറൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിവിടെ സോപ്പ് മേക്കിംഗ് ആണ് കേട്ടോ പരിപാടി. സോപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ നല്ല ഗ്ലിസറിൻ ബേസാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പരിപാടിക്ക് ഉണ്ടാക്കിയ സോപ്പുകളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് അച്ഛോ അവിടെ പഠിച്ചാണ്, നമുക്ക് പരീക്ഷയാണ്. എന്താണ് ചെറിയ സോപ്പുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് തീർന്നിട്ടുണ്ട്. ഇനി കോട്ടക്കുന്നും ഒരു മേളുണ്ട്, കുടുംബ സംരംഭകരുടെ കൂട്ടായ്മ എന്താണ് വെച്ചിട്ട് മേളുണ്ട് കേട്ടോ. അപ്പൊ അവിടേക്കും പോകണമെന്ന് വിചാരിക്കണം ഇൻഷാ അല്ലാ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് സോപ്പുകളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കണം കേട്ടോ. ചോറ് ഇവിടെ അടുപ്പത്ത് ഇതാ വേവുന്ന്. പിന്നെ കറി ഉണ്ടാക്കാണ്ട്, തക്കാളിക്കറി ഉണ്ടാക്കണം. പെട്ടെന്നുള്ള പരിപാടി നമ്മൾ തക്കാളിക്കറിയാണ് കേട്ടോ. അപ്പൊ അത് സെറ്റാക്കി എടുക്കണം. പിന്നെ അച്ചുട്ടി ഇതാ അവിടെ പഠിച്ചുകൊണ്ടിരിക്കണം. അടുക്കളയിൽ ഉമ്മച്ചിന്റെ കൂടെയാണ് അച്ചുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ ചോദിക്കും ചോദിച്ചും ഞാൻ ഷെയർ ഇട്ടെടുക്കും, സ്റ്റാർ ഇട്ടെടുക്കും. അപ്പോൾ ഓൾ ഇവിടെ തന്നെ വന്നിരിക്കൂട്ടെ എൻ്റെ അടുത്ത്. ഞാൻ അടുക്കളയിലെ പണിയാണ്. അപ്പൊ അച്ചുട്ടിയും ഇവിടെ തന്നെ ഇരിക്കൂട്ടാ. അമ്മച്ചി കോട്ടക്കൊക്കെ ഇനിയും പോവും. ഓളും കൂടെ പോരുട്ടാ. ഒരു ദിവസം ലീവാക്കി എൻ്റെ കൂടെ പോന്നിക്കണ്. ഇന്ന് ഓള് കോട്ടയൊക്കെ ഉമ്മച്ചി പോണ് കണ്ടാ ഓള് സങ്കടപ്പെട്ട് നൊളിച്ചു. ഇപ്പച്ചി മോള് അച്ചു നൊളിച്ചു കണ്ടാ പിന്നെ ഇപ്പച്ചി പറയും നൊളിപ്പിച്ചെ കൊണ്ടേക്കോ, ഓളയും കൊണ്ടേക്കോ പറയും. അങ്ങനെ പിന്നെ ഓളയും കൂട്ടി ഞാൻ പോവട്ടാ. ഞാൻ എവിടേക്ക് പോവുകയാണെങ്കിൽ ഓളെ കൂട്ടാ പോയി. കോട്ടയ്ക്ക് നമുക്ക് ഇനി നാളെ മുതൽ പോവും. അപ്പൊ പോകുമ്പോ ഞാൻ അച്ചൂട്ടിനെ കൊണ്ടുപോകില്ല കേട്ടോ. കാരണം അച്ചൂട്ടിനെ കൊണ്ടുപോകാൻ കഴിയൂല. കോട്ടക്കുന്നും അഥവായിട്ട് ഓളിങ്ങനെ വണ്ടി പാച്ചി നടന്നാൽ എനിക്ക് പണിയാവും. കാരണം ഓള് വണ്ടി പായൂലെന്ന്. ഓള് വണ്ടി പായി ഓള് അടുക്കും കോട്ടക്ക സ്റ്റാള് പോയിട്ട് തന്നെ ഓള് അവിടെ പെരും ഇതായിരുന്നു കേട്ടാ. ഓക്ക് പരീക്ഷയാണ്. ഓക്ക് പരീക്ഷയാണ്. പിന്നെ ഇപ്പച്ചിന്റെ കൂടെ ഓള് വണ്ടിയിൽ അങ്ങോട്ടൊക്കെ പോവും. ഇമ്മച്ചി വൈകുന്നേരം വരുള്ളൂ അല്ലേ. കോട്ടക്കുന്നുമ്പോ രാത്രി 9 മണി വരെ ഉണ്ട് കേട്ടോ മേള. ഓള് ഇമ്മച്ചിനെ കൊണ്ടുവരാൻ രാത്രി 9 മണിക്ക് വരുന്ന പറഞ്ഞ കോട്ടക്കുന്നുമ്മക്ക് കേട്ടാ. അങ്ങനെ കളിച്ചു. ഇന്നലെ ഞങ്ങള് കൊല്ലപ്പോ കളിച്ചു. കൊറേ നേരം കോട്ട ഏരിയ എന്താ എന്തൊക്കെയോ ABC എഴുതാൻ പറഞ്ഞാണ്. എയും ബിയും എന്തൊക്കെയോ കുത്തിവെച്ചു. എയും ഉണ്ട്, ബിയും ഉണ്ട്, സിയും ഉണ്ട്, ഡി ഒക്കെ ഉണ്ട്. ഒക്കെ ഇതിനുള്ളിലുണ്ട് കേട്ടാ. പൊന്നൂസിന് പിന്നെ ചപ്പട്ടായിരുന്നു കേട്ടോ. ചപ്പട്ടൊക്കെ മാറി സുഖമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒക്കെ മാറി ഒക്കെ സുഖമായിക്കണേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അച്ചോ മതി ഉണ്ടാകക്ക്. അപ്പൊ നമ്മൾ ക്യാരറ്റൊക്കെ ജ്യൂസ് അടിച്ചിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റിന്റെ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി ജ്യൂസ് അടിച്ച് അത് റോസ് വാട്ടറിലാണ് നമ്മൾ അരച്ചെടുക്കുക കേട്ടോ. അപ്പൊ റോസ് വാട്ടറിലൊക്കെ അരച്ചിട്ട് അച്ചോ സ്മോൾ ലെറ്റർ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ചു മെല്ലെ പറയാം. വീഡിയോ എടുക്കല്ലേ. അപ്പോൾ അങ്ങനെ ക്യാരറ്റ് ഇതാ നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ക്യാരറ്റിന്റെ ഓയിൽ ചേർക്കാനുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാ നമ്മളിവിടെ ഏകദേശം സോപ്പിന്റെ നമ്മുടെ ബേസൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടന്റുകളൊക്കെ ചേർത്തിട്ട് നമുക്ക് സോപ്പൊന്ന് സെറ്റാക്കണം. ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കാണ്ട്, തേങ്ങാപ്പാൽ സോപ്പ് ഉണ്ടാക്കാണ്ട്, ശംഖുപുഷ്പ സോപ്പ് ഉണ്ടാക്കാണ്ട്, ആര്യവേപ്പിൽ സോപ്പ് ഉണ്ടാക്കാണ്ട്, ബീട്രൂട്ട് സോപ്പ് ഉണ്ടാക്കാണ്ട്, മുൾട്ടാണി മിട്ടി അതൊക്കെ ഇന്നും നാളെയും കൂടി വെച്ച് ഉണ്ടാക്കി തീർക്കാനുള്ളതാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇന്ന് 2-3 ഐറ്റം സോപ്പുകൾ റെഡിയാക്കി എടുക്കാണ്ട്, ബാക്കി നാളെയും റെഡിയാക്കണം. മറ്റന്നാളെയാണ് കേട്ടോ കോട്ടക്കുന്നുമ്മ പോവാനുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഇതാ നമ്മള് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു പെടച്ചിലാണ് ഇപ്പൊ. കാരണം ടൈമില്ല. അവിടേക്ക് പോയി തുടങ്ങാൻ തീരെ ടൈമും കിട്ടണില്ല. ഒരു ഓടിപ്പാച്ചിലാണ് ഇപ്പൊ. അതിനിടയിൽ നമ്മളിതാ ക്യാരറ്റ് സോപ്പൊക്കെ പാർന്ന് വെച്ചിട്ട് 100 ഗ്രാം കൊള്ളണം. അതിലാണ് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ.
75 ഗ്രാം കണക്കാക്കിയിട്ടാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. വരുന്നേ 75 ഗ്രാമിൻ്റെ സോപ്പാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് സോപ്പ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് തേങ്ങാപ്പാൽ സോപ്പ് ഉണ്ടാക്കാണ്ട്, ശംഖുപുഷ്പം ഉണ്ടാക്കാണ്ട്, അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ളതാണ് കേട്ടോ. ലച്ചുട്ടി ഇതാ കണ്ടില്ല ചിത്രം വരക്കണം. കളർ കൊടുക്കുക. അല്ലാ കളർ ഇട്ടച്ച് കണ്ടില്ല. ഇപ്പച്ചിന്റെ മരുന്നിന്റെ കുപ്പിയാണ്. ഇപ്പച്ചിന്നല്ലേ കാക്കാനോ മരുന്നിന്റെ അല്ലു കാക്കാന്റെ. അല്ലു കാക്കയാണത്. അമൽ കാക്കല്ല അല്ലു കാക്കയാണ് കേട്ടാ. ഓള് നല്ല കളർ കൊടുക്കും ഗൈസ്. കണ്ടില്ലേ അവള് കളർ കൊടുത്തിട്ടുണ്ട്. സൂപ്പർ ആയിട്ട്. സ്കൂൾ പോയപ്പോഴാ? സ്കൂൾ പോകുന്ന ഓടിച്ചിട്ടില്ല. പക്ഷെ പോകുമ്പോ അങ്ങനെ ഓടിച്ചു മാമി എന്നാണ്ട്. അമ്മച്ചി കണ്ടെങ്കിൽ ഓടിച്ചോളൂ. എന്തിനാ അമ്മച്ചിനെ കാണുമ്പോ ഓടിച്ചിട്ട് ഈ കളറ് പുറത്തേക്ക് പോകാൻ പാടി. ഇങ്ങോട്ട് പുറത്തേക്ക് പോകണം. ഈ വരന്റെ ഉള്ളിൽ മാത്രം. ആരാ പി ആണ് എനിക്കറിയാം. എലിക്കുട്ടി നെച്ചക്കൻ എലിയാണ്. എലിക്കുട്ടി. ആ മായൂല കളറ് കൊടുത്ത് മായൂടെ ഭാഗത്ത് ഇവിടെ കളറ് കൊടുത്ത് മായൂല നമ്മളെ ചോറൊക്കെ റെഡി ആയിട്ടാ. അപ്പൊ മക്കള് പറഞ്ഞ കഞ്ഞമ്മ പോയത്തരാ കഞ്ഞി മതിയാറിൻ്റെ ചുട്ടിയൊക്കെ ഇട്ടാ. അപ്പൊ അങ്ങനെ എല്ലാവരും ഇക്കാക്കും കുഴപ്പമില്ല അരച്ചപ്പോ എല്ലാവരും കൂടി കഞ്ഞി വെച്ചിട്ടാ. നല്ല അച്ചാറിട്ട. നമ്മള് കോട്ടയക്ക സ്റ്റാൾക്ക് പോയപ്പോ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടാണ് കേട്ടോ. അപ്പൊ നല്ല അടിപൊളി കൈപ്പങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പൊ കൈപ്പങ്ങ അച്ചാർ ഉണ്ടായപ്പോ എല്ലാവരും നല്ല രസം. അതിന് മുന്തിരി അച്ചാറും ഉണ്ട്. 2 അച്ചാറ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും ചോറ് വേണ്ട കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട് എല്ലാരും കഞ്ഞിയാക്കി ഗൈസ്. ചോറ്റ് കഞ്ഞി കൂട്ടാനും കറികളും മീനും ഒക്കെ സെറ്റാക്കണ്ടേ. ഒക്കെ സെറ്റാക്കണ്ട. അപ്പൊ അതിനെക്കാട് സുഖം നല്ല കഞ്ഞിയാണ്. നല്ല മട്ടേരി സൂപ്പറാ അച്ചാറാ. ഏതച്ചാറാ? കൈപ്പങ്ങയാണ്. ടേസ്റ്റ് ഉണ്ടാ? ബുഷറ താത്താന്റെ അച്ചാറാണ് ട്ടാ. എനിക്ക് തരാം. അച്ഛനാണ് കോരി കൊടുത്തേട്ടെ. അച്ചാറ് കൊട്ടിക്കോ അച്ഛാ. എല്ലാവരും കഞ്ഞിമ്മലാണ് കൂടി. സോപ്പ് നമ്മൾ അരവേപ്പ് ഉണ്ടാക്കി വെച്ചു, ക്യാരറ്റ് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് കാണാം കേട്ടോ. അപ്പം ഇനി ബാക്കിയുള്ളവരും കൂടി കഞ്ഞി കുടിക്കാൻ ഇരിക്കുകയാണ്. ഞാനും ഇക്കയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബൈ.